മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം. ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാം. നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്വരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ, പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇവിടെ. അപ്പം നമുക്കത് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റണമെന്നില്ല. പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, മതങ്ങളില്ലായിരുന്നെങ്കിൽ വിഭജനങ്ങളില്ലാതിരുന്നേനെ. അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ആ വിഭജനങ്ങളില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നേനെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മതത്തിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അത് അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം മതം ബയസ്ഡ് ആകുമ്പോൾ മനുഷ്യൻ സഹി കെട്ടി ചിന്തിച്ചു പോയതാണ്. നല്ലതാകേണ്ട ഒന്ന് മോശമായി പോയപ്പോൾ. മതങ്ങളിലെല്ലാം വേണ്ട ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നതും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ എൻ്റെ ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള ആർജവത്വം ഉണ്ടാകും. ഇന്ന് പറ്റുന്ന അപകടം മതങ്ങളിൽ സംഭവിച്ചത്, എൻ്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവൻ എൻ്റെ ശത്രുവാകുകയാണ്. അതെങ്ങനെയാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞ അപകടം, സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മതം ഡെഡ് ബോഡിയാണ്, ജഡമാണ്. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. ഈ ശത്രുതയെക്കുറിച്ച് തന്നെ ഞാൻ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ നാട്ടിൽ, എനിക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ, ഞാൻ കണ്ട കാഴ്ചകളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ ഇഷ്ടം വരാം, വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, RCSC നമ്മുടെ കൂട്ടർ തന്നെ ആയിരിക്കണം, അല്ലാത്തതുമായിട്ട് വരണ്ട, സമ്മതിക്കത്തില്ല. അപ്പം സ്നേഹം പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും ഒത്തു നിൽക്കേണ്ട ഒരു ഇതാണ്. രണ്ടു പേരുടെ മനസ്സിൻ്റെ അവരുടെ അടുപ്പമാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഒരു പക്ഷേ വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് മതങ്ങൾ തമ്മിൽ അതിനോട് എന്തിനാണ് അത്ര വിരോധം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വിക്ടിം വല്ലതും ആണോ? അല്ല, അതിന്റെ പോസിറ്റീവ് സെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായും. റേനു ചോദിച്ചതിനകത്ത് കുറച്ച് ഇന്നത്തെ യൂത്തിൻ്റെ വോയിസ് ആണ് കേട്ടത്. റേനുവിൻ്റെ വായിലൂടെ ഇപ്പോൾ ഒരുപാട് കയ്യടി വീഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിനെയൊക്കെ ബഹുമാനിക്കുന്നു. സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, ഇതിനുപരിയായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ലെവലിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് അയാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്? നമ്മൾ തമ്മിൽ എവിടെയൊക്കെ കോമ്പാറ്റബിൾ ആകുന്നുണ്ട്, എവിടെയൊക്കെ ചേർന്ന് പോകുന്നുണ്ട്. ഇഷ്ടങ്ങൾ, ലൈക്സ് നമ്മൾ നോക്കും, ഒരേപോലെയൊക്കെ ചേർന്ന് പോകും. എൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? അത്തരം ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് എൻ്റെ ദൈവവിശ്വാസം വരാത്തത്? എൻ്റെ ദൈവവിശ്വാസം എന്താണ് ആ ഇഷ്ടങ്ങളിൽ വരാത്തത്? ഞാൻ അറിഞ്ഞ ദൈവം ഒരു റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ആ റിയാലിറ്റിയെ ആളും അംഗീകരിക്കണമെന്ന് സ്വാഭാവികമായി, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് ഇഷ്ടം വരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആൾ ഇഷ്ടപ്പെടണമെന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഫെയ്ത്തിൽ വളരണമെന്നും ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്യാത്തിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഫീൽ ചെയ്യുന്നവർ അതങ്ങനെ കാണട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. അതായത് എൻ്റെ പ്രയോറിറ്റി, അതിനകത്ത് പ്രശ്നം ഒരു പെരിഫറൽ സ്പിരിച്വാലിറ്റി ജീവിക്കുന്നവർക്ക്, ഫ്ലെക്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, എന്തും ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റി ഇത് വിഷയമേ അല്ല. പക്ഷെ എൻ്റെ പപ്പ എന്ന പോലെ ദൈവത്തെ റിയലൈസ് ചെയ്ത ഒരാൾക്ക് എൻ്റെ പപ്പായെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മാനിക്കണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ അറിഞ്ഞ ദൈവത്തെ എൻ്റെ ഭാര്യയെ മാനിക്കണമെന്ന് ചിന്തിച്ചു പോകുന്നത്. അതിനാളെ തെറ്റ് പറയാൻ പറ്റത്തില്ല, അതിനെ മാനിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാറുള്ളത്, പല കേസിലും ഞാൻ ഇത്തരം കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഡ്യൂപ്ലിസിറ്റി ഫീൽ ചെയ്യുന്നത്, പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ മതം മാറില്ല, എൻ്റെ വിശ്വാസം മാറില്ല. ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാം. നമുക്ക് അത്രയെങ്കിലും ഒരു മിനിമം മര്യാദ ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യം, അവരുടെ വിശ്വാസം ജീവിക്കാൻ അനുവദിക്കുക. പക്ഷെ ഇഷ്ടത്തിനെയും സ്നേഹത്തിനെയും പ്രണയത്തിനെയും നമുക്കൊരു കാലത്തും
നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, അത് സംഭവിച്ചു പോകും. പറഞ്ഞ ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഒരാളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രണേതാക്കളിൽ ഒരാളുടെ ഇഷ്ടം പെൺകുട്ടിക്ക് ദൈവം എന്തായാലും കുഴപ്പമില്ല, എനിക്കിവനെ കെട്ടിയാൽ മതി. പക്ഷെ ചിലപ്പോൾ ആൺകുട്ടിക്ക് ദൈവവും വേണം, ഇവനും വേണം, ഇവളും വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഫ്ലെക്സിബിൾ ആകുന്നത് പെൺകുട്ടിയായിരിക്കും ആ സിറ്റുവേഷനിൽ. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഇവിടെ ഒരു കോമൺ നോമൊന്നുമില്ല. രണ്ട് മതങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ പാർട്ടിയാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കോമൺ നോമൊന്നുമില്ല. സംഭവിക്കുന്നത് അതിലാരാണോ അയാളുടെ സ്പിരിച്വാലിറ്റിയെ കുറേ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, അങ്ങോട്ട് മറ്റേ ആൾ ഫ്ലെക്സിബിൾ ആകുകയാണ്. ആ ഫ്ലെക്സിബിൾ ആകുന്ന ആൾ മോശമാണെന്നല്ല എൻ്റെ അർത്ഥം. ഹീ ഈസ് മോർ വൾനറബിൾ. കുറേ കൂടി ഇയാളിലേക്ക് അറ്റാച്ച്ഡ് ആയി ദൈവത്തേക്കാൾ. കുറേ ആൾക്കാർ ദൈവത്തിലേക്കാണ് കൂടുതൽ. എന്നുവെച്ചാൽ ദൈവം റിയാലിറ്റി ആയിപ്പോയി അവർക്ക്. അത് ഞാൻ പറഞ്ഞില്ല, തീവ്രവാദം അല്ലത്, ഫനാറ്റിസം അല്ല. ദൈവം റിയാലിറ്റി ആയവർക്ക് എങ്ങനെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരികെ അവിടേക്ക് വരികയാണ്. ഇപ്പോൾ പ്രാർത്ഥന, എൻ്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥന ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ വീടൊരു പള്ളിയുടെ മുന്നിലാണ്. അപ്പോൾ അതൊരു തെറ്റല്ല, അല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനവിടെ ജനിച്ചു. അപ്പോൾ 6:45 മണിയടി കറക്റ്റാണ്, കൃത്യമാണ്. രാവിലെ കുർബാനയ്ക്ക് പോവുക, വൈകുന്നേരം 6:45 7 മണിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കളിച്ചോ എന്തെങ്കിലും TV എന്തെങ്കിലും ഒരു സമയത്താണ് പള്ളിമണി അടിച്ച നിമിഷം രേണു ടോം പ്രാർത്ഥന. ഇത് ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞങ്ങൾ നാമം ജപിക്കുന്ന ആ സമയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കിയും വന്നും ഇരുത്തിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. അത് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. പക്ഷേ എൻ്റെ കോൺസെപ്റ്റ് ഓഫ് അച്ഛൻ പറഞ്ഞ പോലെ എനിക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതിന് ഇന്നൊരു സമയം ഉള്ളതില്ല, ഇന്നൊരു സ്ഥലം എന്നുള്ളതില്ല, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മെഡിറ്റേറ്റിംഗ് ഒരു ഇഫക്റ്റാണ്. എൻ്റെ ശാന്തതയിൽ, എൻ്റെ സ്വസ്ഥതയിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ നിർബന്ധിച്ച് തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരി. ഇപ്പോൾ റേനു പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പം അച്ഛൻ്റെ റോൾ റേനു എടുത്തും സംശയമായിപ്പോൾ എനിക്ക്. അത്രയും കാര്യമായിട്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച്. യെസ്, ആദ്യത്തെ പാർട്ട് ആദ്യം അഡ്രസ്സ് ചെയ്യാം. അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ്, അതിൻ്റെ ഒരു വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. നമ്മളൊന്നും അത്ര താല്പര്യത്തോടെ ഒന്നും ആ കാലത്ത് ചെയ്തിട്ടില്ല. അതിലൊന്നു മാത്രമാണ് പ്രാർത്ഥന. മറ്റതൊക്കെ നമ്മൾ പിന്നീട് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നൊരു കുറ്റമല്ലാതെ മാറുകയും പ്രാർത്ഥന ഇപ്പോഴും അത്ര ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റമാക്കി വെച്ചെന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ വാക്സിനേഷൻ എടുത്തത് റേനുവിൻ്റെ അമ്മ ചോദിച്ചു, റേനു വേദന എടുക്കും, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ പറ എന്ന് പറഞ്ഞ് തലയാട്ട് കിട്ടിയിട്ടാണോ ഇഞ്ചക്ഷൻ എടുത്തത്? അല്ല. എന്താ ചെയ്തത്? നല്ലതാണെന്ന് അറിയാവുന്നൊരു കാര്യം അമ്മ റേനുവിന് നൽകി. അതുപോലെയായിരുന്നു ഈ പ്രാർത്ഥനയും സ്പിരിച്വാലിറ്റിയൊക്കെ. അത് നിങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ്. ഞാൻ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു. അവരറിഞ്ഞൊരു നല്ലതിനെ, ഒരു നേരിനെ അവരുടെ കുട്ടി നേരത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ്സ് ആർ എൻജോയിങ് ദിസ് പ്രയർ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടോർച്ചറിങ് ആക്കി മാറ്റുന്നുണ്ട് പേരൻസ്. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പേരൻസോട് സംസാരിക്കുമ്പോൾ പറയും, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പിള്ളേരെ വെറുപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒടുക്കം പിള്ളേർക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അത് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന കാലത്ത് അവർ പ്രാർത്ഥിക്കും. കാരണം അവർ മൈനറാണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ തന്നെ കാലം നിൽക്കുന്ന ഒരു കാലം വരും. അന്ന് അവർ ആദ്യം തള്ളി പറയുന്നത് നിങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ ദൈവത്തെ ആയിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ദൈവത്തോട് ഇഷ്ടക്കരുണ്ടായിട്ടല്ല. അവർക്ക് മനസ്സിലായി അമ്മയെ തോപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല ആയുധം. എനിക്ക് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് പത്തി താഴ്ത്തു. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഓർക്കേണ്ടതൊരു ദിവസം വരും അവരുടെ ലൈഫിൽ, അന്ന് നമ്മൾ ഉണ്ടാകണമെന്ന് പോലും ഇല്ല. ഒന്നും ഹെൽപ്പ് ചെയ്യാത്തൊരു ദിവസം വരും. അവർ പഠിച്ചെടുത്ത വിദ്യാഭ്യാസവും അവർ നേടിയെടുത്ത സമ്പത്തും അവരുടെ സ്വാധീനവും സത്പേരും ഒന്നും തുണയ്ക്കെത്താത്തൊരു ദിവസം വരും. അന്ന് അപ്പനും അമ്മയും പോലും ഉണ്ടാകണമെന്നില്ല. അന്ന് അവരെങ്ങോട്ട് കണക്റ്റഡ് ആവും. അന്ന് ഫെയ്ത്ത് ചെറുപ്പത്തിൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ സങ്കടപ്പെടും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, ദൈവത്തെ തന്നില്ലല്ലോ. അവനത് ചോദിക്കാൻ കാര്യം, അവൻ കാണുന്നുണ്ട് അപ്പുറത്തെ മുറിയിൽ അവൻ്റെ ഫ്രണ്ടുണ്ട്. അവനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൻ ദൈവത്തിലേക്ക് കണക്റ്റഡ് ആവുകയും റിക്കവർ ആകുന്നതും കണ്ടു. ഇവൻ അങ്ങനെ ഒരു ഹോപ്പേ ഇല്ല, എങ്ങോട്ട് കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുഞ്ഞുനാളിലെ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറയുന്നത് ചാർജിങ് സ്പോട്ട് എവിടെയാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. സമയമാകുമ്പം അത് നിങ്ങൾ പോയി പ്ലഗ് ചെയ്യട്ടെ. അതിനുള്ള ഫോർമേഷൻ ഒന്നും അറിയാൻ മേലാതായി പോയാലോ, ചുമ്മാ ഇങ്ങനെ പരതി നിൽക്കത്തില്ലേ, അത് വരാതിരിക്കും. അത്രയും കൊടുക്കുക. അത് കൊടുക്കണം, അത് ഒഴിഞ്ഞു മാറരുത്. യെസ്, ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യത്തിൻ്റെ ഉത്തരം ആണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനിപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളത്. ഏത് റിലീജിയനിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയെയും ഇതിനെയും തിരിച്ചറിയാൻ വയ്യാതെ അതിൻ്റെ പോലെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം,
എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിവായിട്ട് ഇവർ തന്നെ ഒരു മതം സ്വീകരിക്കട്ടെ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചത്. അതായത് അവർ ആയി പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം. LKG കൊണ്ട് കൊച്ചുങ്ങൾ ഇത്ര ഫീസ് കൊടുത്ത് ചേർക്കുന്നത് എന്തിനാ? 18 വയസ്സിന് സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ. വൈകിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ചെറുപ്പം തൊട്ടേ കിട്ടട്ടെ, എന്നിട്ട് അവന് ഇഷ്ടമുള്ള സ്ട്രീം അവൻ ഓപ്റ്റ് ചെയ്യട്ടെ. സമയമാകുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കട്ടെ. അത്രേ റിലീജിയനും ചെയ്യുന്നുള്ളൂ. മതം മാത്രം കുറ്റക്കാരാകരുത്. ചെറുപ്പത്തിലെ നമ്മളോട് സിലബസ് എന്ത് കട്ടിയുള്ളതാണ്, എന്തിനെല്ലാം പഠിപ്പിക്കുന്നത്? അത് കഴിയുമ്പോൾ അവൻ മനസ്സിലാകും എന്താണ് അവന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിച്ചു കൊടുത്താൽ അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ എടുക്കട്ടെ. അത് ശരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നോക്കിയിട്ടാണ് ഈ പഠിപ്പിച്ച മതവും ഈ പഠിപ്പിച്ച പ്രാർത്ഥനയും എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നുണ്ടോ, അത്രയും എടുത്താൽ മതി. കൊടുക്കാനുള്ളത് കൊടുത്തു വെക്കുക.